നമസ്കാരം. കലാമണ്ഡലം സത്യഭാമ നടത്തിയ ചില പരാമർശങ്ങൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലും പ്രധാന മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ അതിനെ വിട്ടുകളഞ്ഞതാണ്. കാരണം ഇങ്ങനെയൊക്കെ കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് സമയം മെനക്കെടുത്തുന്നത് എന്നാലോചിച്ചതുമാണ്. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതിൽ ചില ഗുരുതര പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. അത് മറ്റുള്ളവർ കാണുന്നത് പോലെയുള്ളൊരു കാഴ്ചപ്പാടിലല്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. കലാമണ്ഡലം സത്യഭാമയ്ക്കും അതുപോലെ തന്നെ സമാനമായിട്ട് ചിന്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരല്പം ബോധം വയ്ക്കാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണ്. പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമെന്നത് മോഹിനിയാട്ടമാണ്. അത് മോഹിനിയാണ് കളിക്കേണ്ടത്, അല്ലാതെ മോഹനനല്ല. അതിൻ്റെ അർത്ഥം മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രം കളിക്കേണ്ട ഒരു നൃത്തരൂപമാണ്, പുരുഷന്മാരത് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മോഹിനി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിസുന്ദരിയായ സ്ത്രീ. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, തേവിടിശിയായ സ്ത്രീ. കലാമണ്ഡലം സത്യഭാമ ഈ രണ്ട് അർത്ഥങ്ങളിൽ ഏതർത്ഥമാണ് എടുത്തതെന്ന് നമുക്കറിയാം. അതിസുന്ദരിയായ സ്ത്രീ എന്ന അർത്ഥം തന്നെയാണ് അവരെടുത്തത്. മറ്റേ അർത്ഥം അവരെടുത്തിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മോഹിനിക്ക് അങ്ങനെയും ഒരർത്ഥമുണ്ട്. ഇനി ആരാണ് ഈ മോഹിനി? മോഹിനി ആണാണോ പെണ്ണാണോ? ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം ചെയ്യുമ്പോൾ, അതായത് അമൃത് കിട്ടാൻ വേണ്ടി പാലാഴി മഥനം ചെയ്യുമ്പോൾ, അസുരന്മാർക്ക് കിട്ടിയ അമൃത് അവരിൽ നിന്നും കൈക്കലാക്കാനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു ഒരു സ്ത്രീരൂപം കൈക്കൊണ്ടു. അതാണ് മോഹിനി. മഹാവിഷ്ണു മോഹിനിയുടെ വേഷത്തിൽ അവിടെ ചെന്ന് അസുരന്മാരെ സ്വാധീനിച്ച് വശീകരിച്ച് അവരിൽ നിന്നും അമൃത് കൈക്കലാക്കി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മോഹിനിയുടെ ഒരു ലേബലിൽ പിന്നീട് രൂപം കൊണ്ട മോഹിനിയാട്ടം എന്ന് പറയുന്ന കല യഥാർത്ഥത്തിൽ പുരുഷന്മാരാണോ അതോ സ്ത്രീകളാണോ ആടേണ്ടത്? മോഹിനി ആയിട്ട് വന്നു നിൽക്കുന്ന വ്യക്തി പുരുഷനാണ് എന്ന് പറഞ്ഞാൽ ആ മോഹിനിയുടെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് പുരുഷത്വമാണ്. മഹാവിഷ്ണുവാണ് മോഹിനിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമ പറയണം, യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന മോഹിനി ഒരു വേഷപ്പകർച്ച മാത്രമാണ്. ആ വേഷപ്പകർച്ചയുടെ ഉള്ളിലുള്ളത് പുരുഷനാണ്. അപ്പോൾ മോഹിനിയാട്ടം പുരുഷനാണോ അതോ സ്ത്രീയാണോ കളിക്കേണ്ടത്? ഇനി സത്യഭാമയുടെ രണ്ടാമത്തെ പ്രശ്നം കറുപ്പാണ്. കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യമില്ല എന്ന് സത്യഭാമ വിശ്വസിക്കുന്നു. ഞാനൊരു കറുത്ത നിറമുള്ള ആളാണ്. എനിക്ക് കറുത്ത നിറമുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. മറിച്ച് എൻ്റെ കറുത്ത നിറം എനിക്കെപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ നിറത്തിൽ നിന്നും ഒരിക്കൽ പോലും വെളുത്ത നിറത്തിലേക്ക് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. വെളുത്ത നിറമുള്ള, കാണാൻ ആകർഷണീയതയില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കറുത്ത നിറമുള്ള, നോക്കിയാൽ കണ്ടെടുക്കാൻ തോന്നാത്ത വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിയുടെ നിറത്തിൽ അധിഷ്ഠിതമായ ഒന്നാണെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാശ്ചാത്യ ആരാധകരുടെ ഒരു വിഭ്രാന്തി മാത്രമാണ്. സായിപ്പ് ഇവിടെ വന്നിട്ട് പോയപ്പോൾ സായിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉന്നതമാണെന്ന ഒരു ചിന്ത ഇവിടുത്തെ ചിന്താശേഷിയില്ലാത്ത അടിമത്ത മനോഭാവമുള്ള മനുഷ്യർക്കുണ്ടായി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നിറം കറുപ്പോ ഇരുനിറമോ ഒക്കെയാണ്. ആ നിറം കൊള്ളില്ല. കാരണം സായിപ്പിൻ്റെ നിറം വെളുപ്പാണ്, അതുകൊണ്ട് വെളുത്ത നിറമാണ് നല്ലതെന്ന് നമ്മുടെ നാട്ടിലെ ചില മനോരോഗികൾ ചിന്തിക്കുന്നു. എന്നാൽ സായിപ്പിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം നമ്മുടെ നിറമാണ്. അവർക്ക് അവരുടെ നിറം മാറി നമ്മുടെ നിറം കിട്ടാൻ വേണ്ടിയാണ് അവർ ബീച്ചുകളിൽ പോയി കിടക്കുന്നത്. വെയിലടിച്ച് സൂര്യപ്രകാശത്തിലൂടെ അവരുടെ വെളുപ്പൊന്ന് മാറി ഒരല്പം കറുപ്പാകാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ നിറത്തിൻ്റെ, നമ്മുടെ ചർമ്മത്തിൻ്റെ ആകർഷണീയത എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടുത്തുകാർക്ക് അറിഞ്ഞുകൂടാ, അവർക്കറിയാം. എന്നാൽ നമ്മൾ പടിഞ്ഞാറ് നോക്കിയ യന്ത്രങ്ങളെ പോലെ ഇരിക്കുകയാണ് ഈ സത്യഭാമയെ പോലെ. ഇനി സത്യഭാമ അറിയാൻ വേണ്ടി അടുത്തതായിട്ട് കറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു മോഹിനി, അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് മോഹിനിയായിട്ട് വേഷം കെട്ടി വന്നത്. ഇതേ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും
പ്രബലമായ അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാക്കക്കറുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കൂട്ടുകാരികളുടെ ഒപ്പം നൃത്തം ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൂടാതെ അദ്ദേഹം കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ തലയിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്തത് നമുക്കറിയാം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, കറുത്ത നിറമുള്ള ശ്രീകൃഷ്ണൻ, രാധയുടെയും മറ്റ് അവരുടെ തോഴിമാരുടെയും ഒക്കെ ഒപ്പം നൃത്തം ചെയ്യുമായിരുന്നു. അദ്ദേഹം കാളിയൻ്റെ തലയിൽ നിന്ന് നൃത്തം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കറുത്ത നിറമുള്ളവർക്ക് നൃത്തം ചെയ്യാം, യഥാർത്ഥത്തിൽ അവരാണ് ചെയ്യേണ്ടത് എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് ഭഗവാനെ നോക്കുമ്പോൾ പറയാൻ സാധിക്കും. ഇനി കറുത്ത നിറമുള്ള രണ്ട് വ്യക്തികളെ കൂടി ഞാൻ സത്യഭാമയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. മോഹിനിയാട്ടം കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മഞ്ഞ നിറം വേണമെന്ന് അവർ പറയുമ്പോൾ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന ഒരു മേഖലയാണ് സകല കലകളുടെയും കലയായിട്ടുള്ള സിനിമ. അതിലെല്ലാ കലകളും സമ്മേളിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് നല്ല നിറമുണ്ടായിരിക്കണം, സൗന്ദര്യമുണ്ടായിരിക്കണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളൊരു വെപ്പാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പകരം വെക്കാൻ സാധിക്കാത്ത തരത്തിൽ വളർന്ന, ഓരോ സമയത്തും ഓരോരോ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരായിട്ട് മാറിയ രണ്ടുപേരുണ്ട്. ഒരാളുടെ പേര് രജനീകാന്ത് എന്നാണ്. കാക്കക്കറുപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും കറുപ്പുള്ള മനുഷ്യന്മാർ ഭൂമിയിൽ കാണുമോ സംശയമാണ്. രണ്ടാമത്തെ ആള് ചിരഞ്ജീവി, തെലുങ്കിലെ മെഗാസ്റ്റാറാണ്. ചിരഞ്ജീവി ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു. രജനീകാന്തും പല സമയത്തും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന നടനായിട്ട് വന്നിട്ടുണ്ട്. ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മാറ്റമില്ലാതെ ഒന്നാം സ്ഥാനത്ത് അതാത് സംസ്ഥാനങ്ങളിൽ തുടരുന്നവരാണ് അവർ. ഇന്ത്യ മുഴുവൻ ആരാധകരുണ്ട്. അതിലുപരി ഈ നടന്മാരുടെ ഒപ്പം ഏതെങ്കിലും ഒരു നടി സ്ക്രീൻ പങ്കിട്ടാൽ, സാക്ഷാൽ ഐശ്വര്യ റായി പോലും ഇവരുടെ ഒപ്പം സ്ക്രീൻ പങ്കിട്ടാൽ, ഇവരെ അല്ലാതെ ആ നടിയെ ഒരാൾ പോലും ശ്രദ്ധിക്കില്ല. അത്രയ്ക്ക് ആകർഷണീയത ഇവർക്കുണ്ട്, അത്രയ്ക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സത്യഭാമയ്ക്ക് മനസ്സിലാകും നിറത്തിനകത്തിൽ യാതൊരു കാര്യവുമില്ലെന്ന്. മാത്രമല്ല, കറുത്ത നിറത്തിൻ്റെ അഴകെന്താണെന്നറിയാൻ ശ്രീ രജനീകാന്തിനെയും അതേപോലെ തന്നെ ചിരഞ്ജീവിയെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും ഉണ്ടായിരുന്നു രണ്ട് സൂപ്പർ താരങ്ങൾ. അതിലൊന്നാമത്തെ ആള് മലയാള സിനിമയിലെ ഒന്നാമത്തെ സൂപ്പർ താരമായ ശ്രീ സത്യനായിരുന്നു. സത്യൻ നല്ലപോലെ കറുത്തയാളായിരുന്നു. ഇന്നും സത്യന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേപോലെ തന്നെ കറുത്ത നിറമുള്ള ഒരു നടനായിരുന്നു ശ്രീ ജയൻ. 40 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ജയൻ ഫാൻസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഉദാഹരണം നൽകാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് നൽകാനുണ്ട്, നടിമാരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് സത്യഭാമ തിരിച്ചറിയണം, ഈ തൊലിയുടെ നിറം എന്ന് പറയുന്നത് ഒരിക്കലും സൗന്ദര്യത്തിൻ്റെ അടയാളമല്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ്, അയാളുടെ ആകർഷണീയത, അതുപോലെ തന്നെ അയാളുടെ സെൽഫ് കോൺഫിഡൻസ്, അയാളുടെ മറ്റ് കഴിവുകൾ, ഇതെല്ലാം ചേരുമ്പോഴാണ് ആ വ്യക്തി സൗന്ദര്യമുള്ള ആളായിട്ട് മാറുന്നത്. ഒരു മിസ് ഇന്ത്യ മത്സരം നടക്കുമ്പോഴോ മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് മത്സരം നടക്കുമ്പോഴോ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ പിടിച്ച് അവൾക്ക് സമ്മാനം കൊടുത്തുവിടുന്ന ഏർപ്പാടല്ല അവിടെ നടക്കുന്നത്. മറിച്ച് സൗന്ദര്യത്തിന് ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ആ മത്സരങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യഭാമ ഇത്രയും കാര്യങ്ങളെങ്കിൽ തിരിച്ചറിയണം. തൊലിവെളുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സൗന്ദര്യത്തിൻ്റെ അടയാളമല്ല. മോഹിനിയാട്ടം യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ നൃത്തമാണ്, സ്ത്രീകളുടെ നൃത്തമല്ല. പുരുഷന്മാർ കളിക്കേണ്ട നൃത്തം സ്ത്രീകൾ അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. കാരണം സാക്ഷാൽ മോഹിനി മഹാവിഷ്ണു ആയിരുന്നു, സാക്ഷാൽ ശ്രീകൃഷ്ണൻ കറുത്ത ആളായിരുന്നു. താങ്ക് യു.